ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ പുറത്തുള്ള വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ 18 വയസ്സിന് മേലിലോട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുള്ളായ വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ് മാറ്റാനായിട്ട് പറ്റിയ അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അത് ഹോം റെമഡി അല്ല, നമുക്കിത് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പുറത്ത് സ്റ്റോറിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് എന്നോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന പ്രോഡക്റ്റ് ഇതാണ്. റാഗയുടെ ടാൻ റിമൂവൽ ക്രീമാണിത്. ഇത് ആക്ച്വലി നമുക്ക് കുറച്ചധികം പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. 360 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു തവണ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ടാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര രൂപയാണ് ആകുന്നത്? ഒരു സ്റ്റെപ്പ് ചെയ്യാൻ തന്നെ ഒറ്റ തവണ ചെയ്യാൻ തന്നെ നമുക്കൊരു 600-700 മിനിമം ആകും. അതിന് മുകളിലോട്ടായാലേ ഉള്ളൂ. അത് ഏറ്റവും കുറവാണ് ഞാൻ പറഞ്ഞത്. 600-700 മിനിമം ആവും. യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പം ഞാൻ കരുതി എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവുമല്ലോ ബ്യൂട്ടി പാർലറിലൊന്നും എപ്പോഴും പോകാനായിട്ട് പറ്റാത്തവർ. അപ്പോൾ ഞാൻ അവർക്കിതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഞാനിത് കുറേ തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഒരു സാഷേ പോലെയാണ് വരുന്നത്. ഇതിനകത്ത് മൊത്തം 6 സാഷയാണ് വരുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 4 ഉള്ളൂ. ഇതൊരെണ്ണം 5ാമത്തെ. ഇത് ആക്ച്വലി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇവിടെ സൈഡിൽ ഞാനിത് യൂസ് ചെയ്യുന്ന വീഡിയോ കൊടുക്കാവേ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് വച്ചേക്കുന്നതാണ്. ഇത് ഞാൻ ആക്ച്വലി കണ്ടോ ഈ ബൗളിലൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതിരിക്കട്ടെ. ഇത് ഓപ്പൺ ആയിട്ട് ഇരിക്കണോണ്ടാണ് ഇത് ഞാൻ മാറ്റി വെച്ചേക്കുന്നത്. ബാക്കി 4 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു സാഷയാണ് വരുന്നത്. ഇത് ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് നമുക്കിങ്ങനെ ഒരു പാക്കറ്റായിട്ടേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിലോ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലോ ഒന്നിച്ച് മേടിക്കുന്നത് നല്ല അഫോർഡബിൾ ആയിരിക്കും. നമ്മൾ ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്നതിനേക്കാളും പൈസ നമുക്കിത് ലാഭിക്കാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ടാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ സാഷെ പൊട്ടിക്കാനുള്ള സംഭവമൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് കത്രികയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ വലിച്ചങ്ങ് പൊട്ടിച്ചാൽ മതി. സോഫ്റ്റ് ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. പിന്നെ വരുന്നത് ഇത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു ക്രീം കൺസിസ്റ്റൻസിയാണ്. ഇതിലിവർ എഴുതിയിട്ടുണ്ട് ഇതൊരു പാക്കല്ല, ഇതൊരു ക്രീമാണെന്ന്. പക്ഷേ ഇത് നമ്മൾ സെയിം പാക്ക് പോലെ അപ്ലൈ ചെയ്യാനാണ് ഇതിൽ ഡയറക്ഷൻസ് കൊടുത്തേക്കുന്നത്. ഈ ഒരു സാഷയുടെ ബാക്കിലും അതുപോലെ തന്നെ ഈ ഒരു പാക്കറ്റിൻ്റെ ബാക്കിലും ഇവർ ഇതിൻ്റെ ഡയറക്ഷൻസ് ടു യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈവൻ നമ്മൾ ആമസോണിലൊക്കെ മേടിക്കുകയാണെങ്കിൽ ആ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. ഇതിൽ കോജിക് ആസിഡും മിൽക്കും ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്നും പെറോക്സൈഡ് ഫ്രീ ആണെന്നൊക്കെ പറയുന്നുണ്ട്. സൾഫേറ്റ് ഫ്രീ ആണെന്നും പറയുന്നുണ്ട്. ആക്ച്വലി എന്തൊക്കെയോ ഹാർഷ് കെമിക്കൽസ് ഫ്രീ ആണിത്. അതുകൊണ്ട് ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് ഇവരിത് പറയുന്നത്. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്കിതിൽ യാതൊരുവിധ പ്രോബ്ലവും ഫീൽ ആയില്ല. ഇത് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ ഹൈലി ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യേണ്ട. പക്ഷെ നിങ്ങൾ ഒരുവിധം കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്, ഒരു ആവറേജ് പ്രോഡക്ട്സ്, ഒത്തിരി ഹൈ എൻഡ് അല്ല, ഒത്തിരി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നവരല്ല, ആവറേജ് ആയിട്ട് നിങ്ങൾ ചെറുതായിട്ടൊക്കെ സിറംസ് ക്രീംസൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവരും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുക. ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇൻ കേസ് നിങ്ങൾക്ക് ബ്രഷ് ഒട്ടും തന്നെ ഇല്ല, അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കൈവച്ച് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് ഭയങ്കര ക്രീം ആയതുകൊണ്ട് ഈവനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന മാതിരി ഉണ്ടാവും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ ഫുൾ ഫേസ്, നെക്ക്, പിന്നെ നമുക്ക് ചെവിയുടെ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എവിടേക്കാണോ ടാൻ ഉള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ ബാക്ക് സൈഡ്, അതായത് ബാക്ക് നെക്കിൻ്റെ അവിടെ, കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാര്യം അത്രയും ക്വാണ്ടിറ്റി ഒരു സാഷയിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് എക്സ്പോസ് ആകുന്ന ഭാഗമായിരിക്കുമല്ലോ നമുക്ക് ടാൻ ആയിട്ടുണ്ടാവുക, ആ ഭാഗത്തെല്ലാം തന്നെ നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈസി ടു യൂസ് ആണ്. നമ്മളിതിന് നമ്മുടെ ഹോം റെമഡീസ് ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ
കളക്ട് ചെയ്തിട്ട് വേണ്ടേ ചെയ്യാനായിട്ട്. പക്ഷെ അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. പിന്നെ പ്രിപ്പറേഷൻ ടൈം എടുക്കും. അതിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആഴ്ചയിൽ ഒരൊറ്റ ദിവസം ഇത് അപ്ലൈ ചെയ്താൽ മതി. സൺസ്ക്രീൻ ഇട്ടിട്ട് പുറത്ത് പോവുക, ഒത്തിരി ടാൻ കൊള്ളാതെ നോക്കുക. പറ്റുന്നതാണെങ്കിൽ കൈയൊക്കെ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്ത് കവർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ടാന് നമുക്കൊരു പരിധിവരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ നമുക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സമയത്ത് നമുക്കിത് വീക്ക്ലി വൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടാൻ ആയിരിക്കാമെന്ന് എപ്പോഴാണോ തോന്നുന്നത് ആ ഒരു ടൈമിൽ മാത്രം യൂസ് ചെയ്താൽ മതി. എപ്പോഴും യൂസ് ചെയ്യണം എന്നില്ല. ഫങ്ഷൻ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിന് മുന്നേ 1 ഡേ എങ്കിലും മുന്നേ ചെയ്യുക. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കുക. അതത്ര നല്ലതല്ല. നമ്മളെല്ലാം കൂടെ പ്രോഡക്റ്റ് ഒന്നിച്ച് കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ട്, മേക്കപ്പ് കുറേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നത്തെ ദിവസം ഈ ഒരു ടാൻ റിമൂവൽ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. ആക്ച്വലി എനിക്ക് അങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ട്രൈ ചെയ്യുന്ന ശീലമില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം എന്ന് തോന്നുന്ന പ്രോഡക്ട്സ് മാത്രമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തേടി കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റാണിത്. ടൈമിൽ നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്താ, നമുക്ക് ഭയങ്കര ചൂടാണ്, വെയിലാണ് പുറത്ത്. നമ്മളൊരു 10 മിനിറ്റ് പുറത്ത് പോകുമ്പോൾ തന്നെ നന്നായിട്ട് ടാൻ ആവും. ആ ഒരു ടൈമിൽ ഹോം റെമഡീസ് വർക്കാവാത്തവരുണ്ടാവും. ഹോം റെമഡീസ് ചെയ്യാനായിട്ട് സാഹചര്യമില്ലാതെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരുണ്ടാവൂലേ, അവർക്കൊക്കെ പറ്റിയ ഒരു സൊല്യൂഷനാണ്. കാര്യം എനിക്ക് കുറച്ച് നാൾ വരെ ഹോം റെമഡീസ് ഒന്നും, ഞാൻ വീട്ടിലാണ്, പക്ഷേ എനിക്ക് ചെയ്യാനായിട്ട് ഒരുപാടുള്ള ടൈമില്ല, അതിനുള്ള പേഷ്യൻസ് ഇല്ല. അങ്ങനെ ഇരുന്ന ടൈമാണ് ഞാൻ വന്നിട്ട് ബ്യൂട്ടി പാർലറിൽ പോയത് ഡീറ്റാൻ ചെയ്യാനായിട്ട്. എന്നാൽ നല്ല രീതിയിൽ വെയിലുള്ളതായിരുന്നു. ഇത് ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ അതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ എന്നെപ്പോലെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഉണ്ടായിരിക്കുമല്ലോ, എൻ്റെ അനിയത്തിമാർ, അവർക്ക് കൂടി ഇത് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന കാര്യം ഈ ഒരു ബ്രാൻഡ് അറിയുന്ന പോലും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഇത് യൂസ് ചെയ്യേണ്ട. പിന്നെ സേഫായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവരും യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഒരുവിധം പ്രോഡക്റ്റൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവാനും അപ്പോൾ ഡൗട്ട് ഉണ്ടാവാതിരിക്കാനാണ് കേട്ടോ. നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു തണുത്ത ഒരു എഫക്റ്റ് ഉണ്ടാവും. എന്നാൽ നമുക്ക് 20 മിനിറ്റ്സ് വരെ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ വച്ചേക്കാം. അതല്ല, നിങ്ങൾക്കൊരു സെൻസേഷൻ പോലെയാണ്, ബേണിംഗ് സെൻസേഷൻ പോലെ കുറച്ച് അൺകംഫർട്ടബിളായിട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് വാഷ് ചെയ്ത് കളയുക. നമുക്കത് ഫേസിൽ സൂട്ടായില്ലെങ്കിലും ഉറപ്പായിട്ട് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ സൂട്ടാവും. കാര്യം ഇത് ഫേസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇൻ കേസ് നിങ്ങൾക്കത് പറ്റുന്നില്ല, ഫേസിൽ വേണ്ടാന്ന് തോന്നിയാൽ ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കയ്യിലോ കാലിലോ ഒക്കെ ട്രൈ ചെയ്യാം. കാര്യം ഇത് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് കയ്യിലും കാലിലൊക്കെ ടാൻ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് പിന്നെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. കാര്യം നമുക്ക് ഫസ്റ്റ് ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്നൊക്കെ. അപ്പോൾ എന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ച് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ റിസൾട്ട് ഇല്ല എന്ന് പറയരുത്. നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റിന് മേലെ വച്ചിരുന്നാൽ മാത്രമാണ് ഒരു പാക്ക് നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് കണക്റ്റായി നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ആർക്കെങ്കിലും ടാൻ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ, ടേക്ക് കെയർ.